بسم الله الرحمن الرحيم وإذ واعدنا موسى 40 ليلة ثم اتخذتم العجل من بعده وأنتم ظالمون അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഏത് പ്രായക്കാർക്കും പഠിക്കാൻ കഴിയുന്നതായ രൂപത്തിലുള്ള ഒരു ചെറിയ ഒരു ക്ലാസ്സാണ് പരിശുദ്ധ ഖുർആന്റെ ഖത്മുൽ ഖുർആൻ, ഖത്തം തീർക്കുന്ന 4ാമത്തെ ക്ലാസ്സാണ് ഇന്ന്. നമ്മുടെ ക്ലാസ് 3 ഭാഗങ്ങൾ കഴിഞ്ഞു. അതിൻ്റെ ബാക്കിയായിട്ട് 4 ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിൽ ഉണ്ടാവും. ആ ക്ലാസ് കേൾക്കാൻ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നമ്മുടെ ഈ നാം അയക്കുന്ന വീഡിയോകൾ കിട്ടണമെങ്കിൽ, അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ താഴെയുള്ള നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ ആ ഗ്രൂപ്പിലേക്ക് ചേർക്കുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഈ വീഡിയോ മെസ്സേജായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നത് അറിയാൻ സാധിച്ചോളണം എന്നില്ല. അപ്പം അങ്ങനത്തെ ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള സാധാരണക്കാരായ ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക, ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതിൻ്റെ പുറമെ ചെറിയ ചില ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ واعدنا موسى 40 ليلة ثم اتخذتم العجل من بعده وأنتم ظالمون وإذ واعدنا موسى 40 ليلة ثم اتخذتم العجل ഇവിടെ ലൈലത്തൻ തൻവീൻ വന്നു. തൻവീനിന് ശേഷം സാ വന്നു. എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം. ഇഖ്ഫാന്റെ അക്ഷരമാണ്. ആ ചാർട്ടിലേക്ക് ഇങ്ങനെ നോക്കുക. ഈ തൻവീന് വന്നു. തൻവീനിന്റെ ശേഷമുള്ള അക്ഷരം ഏതാണ് എന്ന് നോക്കുക. ഇഖ്ഫായിൽപ്പെട്ട അക്ഷരങ്ങളാണ്. ഇഖ്ഫായിന് 15 അക്ഷരങ്ങളാണ്. അതിൽപ്പെട്ട ഒരു അക്ഷരമാണ് സാ. കൂട്ടി വായിക്കുന്ന രൂപം ഇവിടെ ഷദ്ദുള്ള മീം വന്നു, മണിക്കണം. സുമ്മത്ത, അതിന്റെ ഇടയിലായിട്ട് ഒരു വസ്ലിന്റെ ഹംസ കണ്ടില്ലേ? അതിന്റെ പേരെന്താണ്? വസ്ലിന്റെ ഹംസ എന്ന് പറയും. അത് ചേർത്തി വായിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മുമ്പുള്ള പദം ഏതാണ്? സുമ്മ എന്നുള്ളതാണ്. സുമ്മ, ഈ പദവും അതിന് ശേഷമുള്ള പദവും കൂടി ചേർത്തി വായിക്കുമ്പോൾ ആ വസ്ലിന്റെ ഹംസ ഉച്ചരിക്കുകയില്ല. അതിനെ ഒഴിവാക്കിയിട്ടാണ് പറയേണ്ടത്. അപ്പൊ എങ്ങനെ? അപ്പോ ശ്രദ്ധിക്കുക. അപ്പൊ സുക്കൂനുള്ള നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം, ഒന്നുകിൽ സുക്കൂനുള്ള നൂനുണ്ടാവും അല്ലെങ്കിൽ തൻവീൻ ഉണ്ടാവും. ഇവകൾക്ക് ശേഷം ഏതക്ഷരം വന്നു എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് നേരത്തെ പറഞ്ഞ ലൈലത്തൻ സുമ്മ. അവിടെ കണ്ടില്ലേ? ലൈലത്തൻ സുമ്മ തഖദ്തുമുൽ ഇജ്ല മിൻ ബഅദിഹി വഅൻതും ളാലിമൂൻ. ഇവിടെ മിൻ ബഅദിഹി സുക്കൂനുള്ള നൂന് വന്നു. അതിന് ശേഷമുള്ള അക്ഷരം ഏതാണ്? നോക്കി, ബ വന്നു. അപ്പൊ എന്താണ് നിയമം? സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബ വന്നാൽ ഒരേ ഒരു നിയമം, പിന്നെ ഇഖ്ലാബാണ്. ഇഖ്ലാബിന് ഒരേ ഒരു അക്ഷരമേ ഉള്ളൂ, അത് ബ ആണ്. ബ എന്തിന്റെ അക്ഷരമാണ്? ഇഖ്ലാബിന്റെ അക്ഷരമാണ്. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ നൂനിനെ മറിച്ച്
അല്ലെങ്കിൽ തെൻവീനാണെങ്കിൽ തെൻവീനിനെ മാറ്റിയിട്ട് തെൻവീനിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ തിൻ എന്നാണെങ്കിൽ നിയ അവിടെ തിൻ ഉച്ചരിക്കുമ്പോൾ തിൻ എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ബിൻ, മനസ്സിലായില്ലേ? തിൻ തെൻവീൻ കസ്ർ എന്ന് പറഞ്ഞ തെൻവീൻ ഫത്ഹ്, തെൻവീൻ കസ്ർ, തെൻവീൻ ലൊമ്മ്, 2 ഫത്തും 2 കസ്റും 2 ലൊമ്മും ഉണ്ടാവും. ഇതാണ് തെൻവീൻ എന്ന് പറഞ്ഞാൽ. ഏതെങ്കിലും ഒന്നുണ്ടാവും അല്ലേ? അപ്പോ അതിന് ശേഷം ബ ആണ് വന്നതെങ്കിൽ, അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബ വന്നു. ഇവിടെ കണ്ടില്ലേ മിൻ ബാദിഹി എന്നുള്ളത് സുക്കൂനുള്ള നൂനാണ്. നൂനിൻ ഫത്തും കസ്റും ഒന്നും ഇല്ലെങ്കിൽ പിന്നെന്താണ്? അത് സുക്കൂനാണ്. അപ്പൊ മിൻ ബാദിഹി അല്ലെ, മിൻ ബാദി. അപ്പൊ ഇവിടെ ഓതേണ്ടത് എങ്ങനെയാണ്? മിൻ ബാദി, നൂനിനെ മാറ്റിയിട്ട് ഒഴിവാക്കലല്ല, നൂനിനെ മാറ്റിയിട്ട് മീമാക്കി മാറ്റുക. മിൻ എന്നുള്ളത് മിം, മിൻ ബാദിഹി വഅൻതും ളാലിമൂൻ ثم عفونا عنكم من بعد ذلك لعلكم تشكرون ثم عفونا عنكم من بعد. ഇവിടെ അഫൗന, എന്നല്ല അഫൗന, നമ്മുടെ ഹൽക്കിന്റെ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് വരുന്നത്. അഫൗന എന്ന് പറയരുത്, ഏറ്റവും അടിയിൽ നിന്ന് വരുന്ന രൂപത്തിൽ അഫൗന എന്ന് പറയുന്നത് കുറച്ച് മേലെന്ന്. അഫൗന അങ്ങനെ പറഞ്ഞ് പരിശീലിച്ചാൽ മതി, ഏകദേശം എന്ത് ചെയ്യും? ശരിയാവും. ثم عفونا عنكم, അൻകും എന്നല്ല അൻകും. ثم عفونا عنكم من بعد. ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം കാഫ് വന്നു അല്ലേ? അൻകും ഇഖ്ഫാന്റെ അക്ഷരമാണ് കാഫ്. അപ്പൊ അവിടെ ഇഖ്ഫാ ചെയ്യണം. അതിന് ശേഷം അൻകും സുക്കൂനുള്ള മീം വന്നു. മീമിന്റെ ശേഷം മീമിന്റെ നിയമം വേറെയാണ്, സുക്കൂനുള്ള നൂനിന്റെ തെൻവീനും കൂടി രണ്ടും ഒന്നാണ്, അത് വേറെയാണ്. മീമിന്റെ നിയമം വേറെയാണ്. അപ്പൊ അത് നമ്മുടെ മനസ്സിലുണ്ടാവില്ല അല്ലേ? മീമിന്റെ നിയമം എന്താണ്? സുക്കൂനുള്ള മീമിന്റെ ശേഷം മീമ് തന്നെ വന്നാൽ ഇദ്ഗാമു ബിഗുന്നയാണ്. അഥവാ ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിച്ച് ഒരു മീമായിട്ട് ഉച്ചരിക്കുന്നു. ഇവിടെ കണ്ടില്ലേ? അൻകും മിം, അൻകും അൻകും മി, ഒറ്റ മീമായിട്ട് ഉച്ചരിച്ചു. ആദ്യത്തെ മീമിനെ അവിടെ ഉച്ചരിച്ചില്ല അല്ലെ? ഉച്ചരിച്ചില്ല പറഞ്ഞാൽ ആദ്യത്തെ മീമ് രണ്ടാമത്തെ മീമിലേക്ക് കൊടുത്തു. അപ്പൊ ഒറ്റ മീമായിട്ട് ഉച്ചരിക്കുന്നു. അതുകൊണ്ടാണ് അത് രണ്ടും കൂടി കൂടിയപ്പോഴാണ് രണ്ടാമത്തെ മീമിന് ശബ്ദ വന്നത്. അൻകും നേരെ മറിച്ച് അവിടെ നിർത്താണെങ്കിലോ സുമ്മ അഫൗന അൻകും, സുമ്മ അഫൗന അൻകും, അവിടെ വഖഫ് ചെയ്തു. ഇനിയോ മിൻ ബാദി, അപ്പോ ആ മീമിന്റെ ശബ്ദ പോയി. മിൻ ബാദി ലാ മിൻ ബാദി ദാലിക്. അപ്പോ സുക്കൂനുള്ള മീമിന്റെ നിയമം വേറെയാണ്. മീമിന്റെ ശേഷം മീം വന്നു, അതിന്റെ ഉദാഹരണം പറഞ്ഞു. അവിടെ എന്ത് ചെയ്യണം? നേരെ കൂട്ടി യോജിപ്പിച്ച് മണിക്കുക. ഇനി മീമിന്റെ ശേഷം ബ വന്നാലോ ഇഖ്ഫാ ചെയ്യണം, മറച്ച് മണിക്കുക. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ മീമ് അം ഇം എന്ന് വ്യക്തമായിട്ട് പറയാം. ثم عفونا عنكم من بعد ذلك لعلكم تشكرون. അവിടെ കണ്ടില്ലേ? സ്കൂളിലെ മീമിന്റെ ശേഷം ത വന്നു. ബാക്കി മീമും ബഉമല്ലാത്ത ഏതക്ഷരം വന്നാലും മീമിനെ വെളിവാക്കണം, വ്യക്തമായി പറയണം. ലഅല്ലക്കും 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 തശ്കുറൂൻ. ഒന്ന് ഓതി നോക്കി. ثم عفونا عنكم من بعد ذلك لعلكم تشكرون. ثم عفونا عنكم من بعد ذلك لعلكم تشكرون.
وإذ آتينا موسى الكتاب والفرقان لعلكم تهتدون وإذ آتينا موسى الكتاب والفرقان لعلكم تهتدون 54-ാമത്തെ ആയത്ത് നോക്കണം. എല്ലാവരും വിരലച്ച് തന്നെ എന്ത് ചെയ്യണം, ഓതാൻ വേണ്ടി ശ്രമിക്കുക. പ്രത്യേകിച്ച് ഖുർആനിലും മുസാഫിലും കൂടി നോക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, വിരലച്ച് ശരിക്കും ശ്രദ്ധിച്ച് നോക്കുക. അപ്പോഴാ ഒന്നുകൂടി തിരിയുള്ളൂ. വഇദ് ഖാല മൂസ, മൊബൈൽ കാണുന്ന ആളുകൾ എന്ത് ചെയ്യുക, പിന്നെ ഒന്ന് ഫുൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതുകൂടി പറയാം, കുറച്ച് വലിയ അക്ഷരത്തിലായിട്ട് കാണാൻ പറ്റും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. കാണുന്ന ആളുകൾ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ഒരു കമന്റ് അറിയിക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, പ്രത്യേകിച്ച് ആളുകളിലേക്ക് കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക, ഒന്ന് അയച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ താഴെ അതിൻ്റെ ഒരു ബട്ടൺ ഉണ്ടാവും, വലത് ഭാഗത്തായിട്ട് താഴെ സബ്സ്ക്രൈബ് എന്നുള്ളിടത്ത് എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. പ്രായമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, അവിടെ നിന്ന് എന്ത് ചെയ്യാൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മളൊക്കെ അയക്കുന്ന വീഡിയോകൾ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ആയിട്ട് അതിൽ കിട്ടും. അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, കുട്ടികളോടൊന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ 54-ാമത്തെ ആയത്താണ്. ഒരു വലിയ മഹത്തായ ഒരു ക്ലാസ്സാണ്. എടുക്കുന്ന ക്ലാസ് ഞാനാണെങ്കിലും എടുക്കുന്ന വിഷയം അത് വിശുദ്ധ ഖുർആനാണ്. ആ ഒരു ക്ലാസ് അത് വലിയ മഹത്തായ ക്ലാസ്സാണ്. ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ കലാം അത് പഠിപ്പിക്കാനും അത് കേൾക്കാനും പഠിക്കാനൊക്കെ ഉള്ള അവസരം ഉണ്ടാവുക എന്നുള്ളത് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ ഓരോ ദിവസവും ഇങ്ങനെ എന്ത് ചെയ്യുക, നമ്മൾ അതിനോട് ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഇങ്ങനെ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ പഠിക്കുന്നവരാണ്. അപ്പോൾ ആ ഒരു വിഭാഗത്തിൽ അള്ളാഹു തആല നമുക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ മഹത്തായ വിശുദ്ധ ഖുർആന്റെ മഹത്വം കൊണ്ട് അതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല നമുക്ക് വളരെ മനോഹരമായിട്ട് റാഹത്തായിട്ട് സന്തോഷത്തോടുകൂടെ പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളൊക്കെ പറയുന്നൊരു വിഷയം, അത് മനസ്സിൽ നിൽക്കാൻ ഇപ്പം എന്താ ചെയ്യുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് മനസ്സ് നിൽക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം പ്രായമുള്ള ആളുകളൊക്കെ എപ്പോഴും പറയുന്നൊരു വിഷയം, പിന്നെ ഖുർആന് നമ്മൾ പലതും മറന്നു പോയിട്ടുണ്ടെങ്കിലും വിശുദ്ധ ഖുർആൻ അത് ഓതാൻ ഇന്ന് വരെ ഒരു പ്രയാസം വന്നിട്ടില്ല. കണ്ണ് കാണാത്ത ആളുകൾ പറയാണ് വിശുദ്ധ ഖുർആനിലേക്ക് നോക്കിയാൽ അതിങ്ങനെ കാണുന്നുണ്ട്. വേറെ എന്ത് പത്രം എടുത്ത് നോക്കിയാൽ അത് തിരിയുന്നില്ല, അല്ലെങ്കിൽ വേറെ വലിയ എഴുത്തുകളുള്ള പുസ്തകത്തിലേക്ക് നോക്കിയാൽ അത് തിരിയുന്നില്ല. പക്ഷേ ഖുർആൻ എന്നുള്ളത് അതിൻ്റെ ഒന്നാമത്തെ കാരണം അതുമായിട്ട് എപ്പോഴും ബന്ധമുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ബന്ധം അല്ലാഹു തആല ഖിയാമത്ത് നമുക്ക് മരണം വരെ അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനുമായിട്ട് എത്രത്തോളം അടുക്കുന്നുവോ അത്രത്തോളം നമ്മിലേക്ക് അതിലേറെ കൂടുതലായിട്ട് നമ്മിലേക്ക് അടുക്കും. നമ്മൾ അതുമായിട്ട് ബന്ധമില്ലാതെ നിന്നാൽ നമ്മിൽ നിന്നും അത് ബന്ധമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ പോകുമെന്ന് മഹാനായ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അപ്പൊ നമ്മളൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ ബന്ധമുള്ള ആളുകളാണ്. ആ നിലക്കാകുമ്പോൾ ഒരു കാരണവശാലും നമ്മിൽ നിന്ന് അത് നീങ്ങിപ്പോവുകയില്ല, കൂടുതൽ അടുക്കുകയും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മൾ നല്ല നിയ്യത്തോടുകൂടെ ഇനി മനസ്സിലായാലും ഇല്ലെങ്കിലും ക്ലാസ് കേട്ടാൽ അത് കേൾക്കണമെന്ന ഒരു താല്പര്യവും കൂടി ഉണ്ടാകുമ്പോൾ, നല്ല നിയ്യത്തുണ്ടാകുമ്പോൾ അതിനൊക്കെ വലിയ മഹത്തായ പ്രതിഫലം
അപ്പം അത് നമുക്ക് മനസ്സിലാവൂല എന്ന നിലക്ക് ആരും എന്ത് ചെയ്യരുത്, ഇരിക്കരുത്. വിശുദ്ധ ഖുർആനാണ്, അതിന് പ്രായത്തിന്റെ കണക്കൊന്നുമില്ല. കുട്ടികളായാലും യുവാക്കളായാലും മുതിർന്നവരായാലും ആരായാലും അതെല്ലാം മനസ്സിലാകും എന്ന പ്രതീക്ഷയോടുകൂടെ, അവൻ മനസ്സിലാക്കി തരും എന്ന പ്രതീക്ഷയോടുകൂടെ നമ്മളൊക്കെ എന്ത് ചെയ്യുക, ക്ലാസ് കേൾക്കാൻ വേണ്ടി ഇരിക്കുക. അള്ളാഹു തആല നമുക്ക് നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 54-ാമത്തെ ആയത്ത്, وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ بِاتِّخَاذِكُمُ الْعِجْلَ وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ ഇന്നക്കും ലിഖൗമിഹി, ഹി എന്നുള്ളത് നീട്ടണം, ഒരല്പം നീട്ടാനുള്ള കാരണം എന്താണ്? ഹി എന്നതിന് തൊട്ട് മുമ്പുള്ള മീ എന്നതിനും ഹി എന്നതിന് ശേഷമുള്ള യാ എന്ന അക്ഷരത്തിനും സുക്കൂനില്ല. സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടും, സുക്കൂൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യൂല, നീട്ടുകയില്ല. ഇവിടെ രണ്ട് സ്ഥലത്തും സുക്കൂനില്ല. സുക്കൂൻ ഇല്ലാത്തത് കൊണ്ട് ഹി എന്നത് അല്പം നീട്ടണം. സാധാരണ നീട്ടുന്നത് പോലെ ചെറിയ നീട്ടലേറെ മദ്ദിന്റെ നീട്ടല് നമ്മള് മദ്ദക്ഷരം അവിടെ മദ്ദിന്റെ ചിഹ്നം കാണുമല്ലോ, ആ മദ്ദല്ല, ഇത് സാധാരണ മദ്, അസ്ലിയായ മദ്. മൂസാ ലിഖൗമിഹി യാ ഖൗമി ഇന്നകും ളലംതും അൻഫുസകും, അവിടെ കണ്ടില്ലേ, അൻഫുസകും സുക്കൂനുള്ള നൂന്റെ ശേഷം ഫ ഒന്ന് ഇഖ്ഫാ ചെയ്യണം. നൂന് ഒഴിവാക്കുകയോ നൂന് വെളിവാക്കുകയോ ചെയ്യാതെ രണ്ടിന്റെയും ഇടയിൽ ആയിട്ട് അൻഫുസക്കും എന്ന് പറയാതെ അൻഫുസക്കും, ല്ലേ, ഇന്നകും ളലംതും അൻഫുസകും ബിത്തിഖാദികുമുൽ ഇജ്ൽ. ഇവിടെ സുക്കൂണ് മീമിന്റെ ശേഷം ബ വന്നു. എന്ത് ചെയ്യണം? മീമിന്റെ നിയമങ്ങൾ 3 മീമിന്റെ ശേഷം മീം വന്നാൽ, മീമാണ്, മീമും നൂനും മാറാൻ പാടില്ല. മീമ് വേറെയാണ്, നൂന് വേറെയാണ്. മീമിന്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാം ബിഗുന്ന, മീമിന്റെ ശേഷം ബ വന്നാൽ ഇഖ്ഫാ, മറച്ചു മണിക്ക. മീമിനെ വ്യക്തമായി ഉച്ചരിക്കാതെ എന്ത് ചെയ്യാ പറയാ, വ്യക്തമായി ഉച്ചരിച്ചാൽ എന്ത് ചെയ്തു, അവ ഇദ്ഹാറായി, ഒഴിവാക്കാനും പറ്റൂല. രണ്ടിനെയും ഇടയിലായിട്ട് എങ്ങനെ, പിന്നെ അൻഫുസകും ബിത്തി എന്ന് പറയരുത്, അപ്പൊ ഇദ്ഹാറായി. അൻഫുസകും ബിത്തിഖാദികുമുൽ ഇജ്ൽ فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم فاقتلوا أنفسكم ذلكم അടക്കം ചെയ്യണം. മീമിന് സുക്കൂൻ കൊടുത്തിട്ട് പറയണം. അൻഫുസകും എന്ന് പറഞ്ഞിട്ട് ചുണ്ട് പൂട്ടണം എന്നർത്ഥം. ചുണ്ട് പൂട്ടിയിട്ട് വേണം അടുത്തത് പറയാൻ. അൻഫുസകും ദാലികും ഖൈറുൽ ലക്കും ഇൻദ ബാരിഇകും ഫതാബ അലൈക്കും. ഇവിടൊക്കെ എന്താണ്, സുക്കൂനുള്ള മീമിൻ വന്നിട്ടുണ്ട്. ഇവിടൊക്കെ ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞ മീമും അല്ല ബഉമല്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കണം. അവിടെ എന്തുണ്ട്? മദ്ദുണ്ട്. മദ് ശ്രദ്ധിക്കണം. فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم. إنه നീട്ടാനുള്ള കാരണം എന്താണ്? തൊട്ട് മുമ്പുള്ളതും തൊട്ട് ശേഷമുള്ളതും. ഇന്ന എന്ന് പറയുമ്പോൾ അവിടുത്തെ അക്ഷരം ഏതാണ്? ന് പ്ലസ് ന എന്നുള്ളതാണ്. ന് പ്ലസ് ന, പിന്നെ കഴിഞ്ഞിട്ട് ഹു എന്നുള്ളതാണ്. അപ്പോൾ ഹു എന്നതിന്റെ തൊട്ട് മുമ്പ് ന എന്നുള്ളതാണ്, അല്ലേ? അതിന് ശേഷമുള്ള ഹു എന്നുള്ളതാണ്. സുക്കൂന് ഇല്ല എന്നർത്ഥം. സുക്കൂന് ഇല്ല എന്നർത്ഥം. എന്നാൽ നേരെ മറിച്ച് ഇന്നഹു എന്നതിന് ശേഷം ഷദ്ദുൽ അക്ഷരമാണെങ്കിൽ അപ്പൊ പിന്നെ ഹു എന്നുള്ളത് നീട്ടാൻ പാടില്ല. കാരണം എന്താണ്? ഹുക്ക് ശേഷം ഷദ്ദുൽ അക്ഷരം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഇന്ന എന്നുള്ളത്,
അതെന്താണ്? ന് പ്ലസ് ന എന്നുള്ളതാണ്. അപ്പോ ശേഷം ന് പ്ലസ് ന എന്നുള്ളതാണെങ്കിൽ അപ്പൊ നോട്ടൂല. കാരണം എന്താണ്? ഷദ്ദുൽ അക്ഷരം ന് പ്ലസ് ന എന്നുള്ളതാണ്. ഹു എന്നതിന് ശേഷം ഷദ്ദുൽ അക്ഷരമാണെങ്കിൽ നീട്ടുകയില്ല. നമുക്ക് എന്ത് ചെയ്യാം? ആ സ്ഥലത്തുമ്പോ പറയാം. ഇന്നഹു ഹുവത്തവ്വാബുർ റഹീം. വഖഫ് ചെയ്യുമ്പോ ഇന്നഹു ഹുവത്തവ്വാബുർ റഹീം. വഖഫ് ചെയ്യുന്ന അക്ഷരത്തിന് സുക്കൂനും ആവുകയും തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാവുകയും ചെയ്താൽ മദ് ആരിൽ വരുന്നതാണ്. മദ് ആരിൽ വരുന്നതാണ്. അപ്പൊ ഇങ്ങനെ റഹീമു എന്നുള്ളത്, റഹീമു ഹുവത്തവ്വാബുർ റഹീമു എന്നുള്ളത് അങ്ങനെ നിർത്താൻ പാടില്ല, പറഞ്ഞത് മാത്രം. അപ്പൊ റഹീമു എന്നുള്ളതിന് ലൊമ്മാണ് അല്ലെ. അവിടെ വഖഫ് ചെയ്യുമ്പോൾ നിർത്തുമ്പോൾ സുക്കൂൻ കൊടുക്കുന്നു, മീമിന് സുക്കൂൻ കൊടുക്കുന്നു. അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരമായ യാ നീട്ടാനുള്ള അക്ഷരമാണ്. നീട്ടാനുള്ള യാ ആണെങ്കിൽ കൂടുതൽ നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. പുതിയ ഒരു മദ് ഉണ്ടാവുകയാണ്. ആ മദ്ദിന്റെ പേരാണ് മദ് ആരിദ്. മദ് ആരിദ് എന്നാണ്. ആരിദായ മദ്, പുതിയ മദ് നടത്തും, പുതിയതായി വരുന്ന മദ്. മറ്റേ സാധാരണ മദ് കണ്ടില്ലേ, ആ ചിഹ്നങ്ങൾ അവിടെ ഉണ്ടാവും. ചിഹ്നങ്ങൾ കാണാത്ത രണ്ട് മദ്ദുകളാണ് മദ് ലീനും മദ് ആരിദും. ഇൻഷാ അല്ലാഹ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. വഇദ് ഖുൽതും യാ മൂസ, വഇദ് ഖുൽതും യാ മൂസ. അവിടെ സുക്കൂനുള്ള മീമിന് ശേഷം യാ വന്നു. ഇദ്ഹാർ ചെയ്യണം, വ്യക്തമാക്കണം. വഇദ് ഖുൽതും യാ മൂസ ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹ്റതൻ ഫഅഖദതുകുമുസ് സ്വായിഖ حتى نرى الله جهرة فأخذتكم الصائقة وأنتم تنظرون. കൂട്ടി വായിക്കുക. ജഹ്റതൻ ഫഅറദിയം ഇഖ്ഫാ ചെയ്യണം. ഇഖ്ഫായിന്റെ അക്ഷരമാണ് അല്ലേ. ഫഅഖദതുകുമുസ് സ്വായിഖ അട കൂട്ടി വായിക്കണം അല്ലേ. കൂട്ടി വായിക്കുമ്പോ കൂട്ടി വായിക്കണം എന്നല്ല, അട ഫഅഖദതുകും എന്ന് പറഞ്ഞ് വഖഫ് ചെയ്തു. ഇനിയോ الصائقة وأنتم تنظرون. ഇവിടെ എന്ത് ചെയ്യണം? കൂട്ടി വായിക്കുമ്പോൾ അപ്പൊ വസ്ലിന്റെ അംസ ഒഴിവായി, ലാമ് ഒഴിവായി. ലാമിന് സുക്കൂൻ ഇല്ല, അപ്പൊ രണ്ടും ഒഴിവാകും. ലാമിന് സുക്കൂൻ ഉണ്ടെങ്കിൽ ലാമ് പറയും, ലാമിന് സുക്കൂൻ ഇല്ലെങ്കിൽ രണ്ടും അലിഫും ലാമും ഒഴിവാകും. ലാമിന് സുക്കൂൻ ഉണ്ടെങ്കിൽ അലിഫും ഹംസ മാത്രമേ ഒഴിവാകുകയുള്ളൂ. فأخذتكم الصاعقة وأنتم تنظرون. فأخذتكم الصاعقة وأنتم تنظرون. وأنتم അടുത്താണ് സുക്കൂണ നൂന് വന്നു. വഅൻതും സുക്കൂണ നൂന് വന്നു. വഅൻതു ലെ ഇഖ്ഫാ ചെയ്യണം. അതിനുശേഷം മീം വന്നു. മീമിന്റെ നിയമം ഇദ്ഹാർ ചെയ്യണം. വഅൻതും തൻദുറൂൻ. തൻദുറൂൻ സുക്കൂണിന്റെ നൂന് വന്നു. നൂന് ശേഷം ലാ വന്നു. എന്താണ്? ഇഖ്ഫ ആണ്, മറക്കരുത്. വഖഫ് ചെയ്യുമ്പോൾ തൻദുറൂൻ. വഖഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നൂനിന്റെ സുക്കൂന് തൊട്ട് മുമ്പുള്ളത് നീട്ടാനുള്ള അക്ഷരമായി വാവ് വന്നു അല്ലേ. അപ്പോൾ അല്പം നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. മദ് ആരിൽ ഉണ്ടാവുകയാണ്. തൻദുറൂൻ. ഒന്നുകൂടി. വഇദ് ഖുൽതും യാ മൂസ ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹ്റതൻ ഫഅഖദതുകുമുസ് സ്വായിഖതു വഅൻതും തൻദുറൂൻ. ശ്വാസം കിട്ടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാ? നിർത്തിയിട്ട് ഓതുക. وإذ قلتم يا موسى لن نؤمن لك حتى نرى الله. അവിടെ വഖഫ് ചെയ്തു. വഖഫ് ശ്വാസം മുട്ടി, അപ്പൊ ഞാൻ അവിടെ നിർത്തി. ഇനിയോ حتى نرى الله جهرة فأخذتكم الصاعقة وأنتم تنظرون. وأنتم تنظرون. ثم بعثناكم من بعد موتكم لعلكم تشكرون. ഓരോന്ന് ഓതുമ്പോഴും എവിടൊക്കെ നിയമങ്ങളുണ്ടോ, ഒരായത്തിൽ 10 നിയമമുണ്ട്, ആ 10ഉം നമ്മൾ എന്ത് ചെയ്യണം?
പ്രത്യേകം കൊണ്ടുവരണം. അക്ഷരങ്ങൾ ഇങ്ങനെ മൊഴിഞ്ഞാൽ പോരാ, അതിൻ്റെ കൂടെ പിന്നെ നിയമങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. സുമ്മ ബഅസ്നാകും അല്ലേ, ശദ്ദുള്ള മീം വന്നു. ശദ്ദുള്ള മീം വന്നാൽ എന്ത് ചെയ്യണം? മണിക്കണം. ശദ്ദുള്ള നൂന് വന്നാൽ എന്ത് ചെയ്യണം? മണിക്കണം. എങ്ങനെ? സുമ്മ ബഅസ്നാകും. ബഅസ് എന്ന് പറയുന്നത് നാവിന്റെ തലഭാഗം അല്പം പുറത്തേക്ക് ഇട്ടിട്ട് അല്പം തെല്ല് ഭാഗം അതിന്റെ തലഭാഗം മാത്രം ഒന്ന് പുറത്തേക്ക് ഇട്ടിട്ട് രണ്ട് പല്ലിന്റെ ഇടയിലായിട്ട് പറയാം സ സ. മേലെ മുൻപല്ലിന്റെ തായ് ഭാഗത്ത് തട്ടുന്ന രൂപത്തിൽ സ സ ഒന്ന് പറഞ്ഞു നോക്കി. സ ബഅസ്നാകും ബഅസ്നാകും. കണ്ടില്ലേ? മീമിന്റെ ശേഷം മീം വന്നു. സുക്കൂണുള്ള മീമിന്റെ ശേഷം മീം വന്നു. ഇദ്ഗാമും ബിഗുന്ന. ബഅസ്നാകും മിൻ ബഅദി മൗതികും. സുക്കൂണുള്ള നൂനിന്റെ ശേഷം ബ വന്നു. ഇഖ്ഫാണോ? നൂനിന്റെ ശേഷം ബ വന്നാൽ നിയമം എന്താണ്? ഇഖ്ലാബ്. ഇഖ്ലാബിന് ഒരേ ഒരു അക്ഷരമുള്ളൂ. ഏതാണത്? ബ ആണ്. എന്ത് ചെയ്യണം? നൂനിനെ മാറ്റിയിട്ട് ബ ആക്കി, നൂനിനെ മാറ്റിയിട്ട് മീമായി കൊടുക്കണം. എന്റെ ചിഹ്നം കണ്ടില്ലേ? മിൻ ബഅദി മൗതികും ലഅല്ലകും തശ്കുറൂൻ. ഓതി നോക്കി. ثم بعثناكم من بعد موتكم لعلكم تشكرون. وظللنا عليكم الغمام وأنزلنا عليكم المن والسلوى. وظللنا عليكم الغمام. غمام حلقنا ميلي ഭാഗത്തുനിന്ന് عليكم الغمام وأنزلنا عليكم المن والسلوى. وأنزلنا إخفاجنا عليكم المن والسلوى. كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون. كانوا അവിടെ മദ്ദിന്റെ മദ് മുൻഫസിലാണ്. അൻഫുസ അവിടെ ഇഖ്ഫാ ആണ്. വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. മിൻ ത്വയ്യിബാതി അവിടെ ഇഖ്ഫാ ഉണ്ട്. ഒന്നുകൂടെ. وظللنا عليكم الغمام وأنزلنا عليكم المن والسلوى. كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون. وإذ قلنا ادخلوا هذه القرية فكلوا منها حيث شئتم. وإذ قلنا ادخلوا هذه القرية. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എവിടെ എങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത് എന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒന്ന് ആ വിഷയം ഒന്ന് പറയാം. വഇദ് ഖുൽനാ ദഖുലൂ. കൂട്ടി വായിക്കാൻ മനസ്സിലായില്ലേ? ഖുൽനാ ദഖുലൂ ഹാദിഹിൽ ഖറിയ. അവിടെ ഹാത്ത ആണല്ലേ? അത് കണ്ടില്ലേ? അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഖറിയ ഈ താ വരുന്നിടത്തൊക്കെ എന്ത് ചെയ്യണം? ഖറിയ. فكلوا منها حيث شئتم رغدا. തൻവീൻ ഫത്ഹാണ് വരുന്നതെങ്കിൽ അവിടെയാണ് വഖഫ് ചെയ്യുന്നതെങ്കിൽ നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾക്ക് കുറച്ചേ ഓതാൻ കഴിയുള്ളൂ. അപ്പോൾ തന്നെ ശ്വാസം മുട്ടും. ചില ആളുകൾക്ക് എന്ത് ചെയ്യുക? ഒന്നിങ്ങനെ പോയി ഒരു ആയത്തൊക്കെ ഈ ഒരു ആയത്തൊക്കെ എന്ത് ചെയ്യുക? ഓതണതിന് തടസ്സം ഉണ്ടാവില്ല. ഏതായാലും കൂട്ടി വായിക്കുന്നത് ആ ഒരു ശീലം നമുക്ക് കിട്ടണം. കുട്ടി വായിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? പ്രയാസമില്ലാതെ ഓതാൻ കിട്ടണം. നിർത്തേണ്ട സ്ഥലത്ത് നിർത്തുകയും ചെയ്യാം. ഖതായാകും അവിടെ കണ്ടില്ലേ? അവിടെ നമുക്ക് നിർത്താം. وَإِذْ قُلْنَا ادْخُلُوا هَذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا.
وادخلوا الباب سجدا وادخلوا الباب سجدا وقولوا حطة. അവിടെ ഞാൻ നിർത്തി. അല്ലെങ്കിൽ വഖൂലു എന്ന് നീട്ടാനുള്ള സ്ഥലത്താണെങ്കിൽ നീട്ടിയിട്ട് നിർത്തുക. വഖൂലു അവിടെ അങ്ങനെ തന്നെ നിർത്തുക. വദ്ഖുലു കണ്ടില്ലേ, മേലെ കണ്ടില്ലേ. ഫകുലു അവിടെ എന്ത് ചെയ്യാ, നീട്ടിയിട്ട് നിർത്തുക. ഫകുലു മിൻഹ അവിടെയും മിൻഹ അവിടെ എന്തുണ്ട്, അലിഫുണ്ട്. ഫകുലു മിൻഹ ഹൈസു ശിഅ്തും റഗദാ വദ്ഖുലുൽ ബാബ്. ബാബ എന്നുള്ളിടത്ത് വഖഫ് ചെയ്തപ്പോൾ വദ്ഖുലുൽ ബാബ് എന്ത് അവിടെ നീട്ടാൻ കാരണം, നിർത്തിയപ്പോൾ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പുള്ളതിന് നീട്ടാനുള്ള അക്ഷരമായതുകൊണ്ട് അല്പം നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. വദ്ഖുലുൽ ബാബ് സുജ്ജദ. ഇനി അവിടെ നിർത്തുന്നതെങ്കിലോ തൻവീൻ ഫത്ഹാണ്. തൻവീൻ ഫത്ത് എപ്പോഴും ഒരു അലിഫ് കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. സുജ്ജദൻ എന്നല്ല, സുജ്ജദ. അവിടെ അലിഫ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തൻവീൻ ഫത്ത് ആണ് ഉള്ളതെങ്കിൽ അലിഫുള്ള പദങ്ങളും ഉണ്ടാവും, അലിഫില്ലാത്ത പദങ്ങളും ഉണ്ടാവും അല്ലേ. ഇവിടെ തൻവീൻ ഫത്തുകളിലോട്ട് അധികവും എന്തുണ്ടാവും, അലിഫ് ഉണ്ടാവും. അലിഫ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സുജ്ജദൻ എന്നുള്ളടത്ത് ഒരു അലിഫ് ഉണ്ടല്ലോ, തൻവീന് ശേഷം ഒരു അലിഫ്. ആ അലിഫ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തൻവീൻ ഫത്ത് ആണ് ഉള്ളതെങ്കിൽ ഇൻഷാ വാഖിയ സൂറത്തിലുണ്ടല്ലോ, അവിടെ എന്തുണ്ട്, ആ വാഖിയ സൂറത്തില് അവിടെ വഖഫ് ചെയ്യുമ്പോൾ അവസാനത്തെ അക്ഷരം ഹംസയാണ്. ഹംസക്ക് തൻവീൻ ഫത്ഹ് മാത്രമേ ഉള്ളൂ, പിന്നെ അതിന്റെ ശേഷം ഒരു അലിഫില്ല. അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഇൻഷാ അവിടെ ഇൻ എന്നുള്ളിടത്ത് അതിന് ശേഷം ഷ എന്നുള്ളതാണ്, ഇഖ്ഫ ആണ്. അപ്പൊ ഈ ഇഖ്ഫ ചെയ്യണം. അതിനുശേഷം ഷ എന്നൊരു മദ്ദുണ്ട്, മദ് മുത്തസ്സിലാണ് അല്ലേ. പിന്നെ അതിന്റെ ശേഷം ഹംസക്ക് തൻവീൻ ഫത്ഹ് ആണ്. അപ്പോ ഇൻഷാ ഒരു അലിഫ് കൊടുത്തിട്ട് എന്ത് ചെയ്യാ, വഖഫ് ചെയ്യാം. ഇവിടെ വദ്ഖുലുൽ ബാബ സുജ്ജദ വഖൂലു വദ്ഖുലുൽ ബാബ സുജ്ജദൻ വദ്ഖുലുൽ ബാബ സുജ്ജദൻ വഖൂലു. അവിടെയാണ് വഖഫ് ചെയ്യുന്നതെങ്കിൽ നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. നീട്ടാനുള്ള സ്ഥലം നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. നീട്ടാനാലും കൂടുതൽ നീട്ടണം എന്നല്ല, ആ വാവിന്റെ അതിർ നീട്ടുക. വഖൂലു ഹിത്ത അവിടെയാണ് വഖഫ് ചെയ്യുന്നതെങ്കിൽ ഹത്താണ് അല്ലേ. അവിടെ എന്ത് ചെയ്യണം, അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഹിത്ത ആ ഒരു ശബ്ദം കൊണ്ട് വരണം. വഖൂലു ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും. ശ്രദ്ധിക്കണം, തൻവീന്റെ ശേഷം നൂന് വന്നു. നൗമി ഇദ്ഗാമും ബിഗുന്ന. തൻവീനിന്റെ ശേഷമോ സുക്കൂനുള്ള നൂനിന്റെ ശേഷമോ നൂന്, വാവ്, മീമ്, യാ എന്നീ അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ, ഇവിടെ ഏതാണ് അക്ഷരം, ആ നിയമം ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, അത് നമുക്ക് എന്താ സംഗതി എന്നുള്ളത് മനസ്സിലാകണം. തെൻവീനാണല്ലോ ഹിത്വത്തുൻ, അവിടെ തെൻവീൻ കണ്ടില്ലേ. ആ തെൻവീനിന്റെ ശേഷം പിന്നെയുള്ള അക്ഷരം ഏതാണ്, ന എന്നുള്ളതാണ്. നാക്ക് ശബ്ദ് ഉണ്ട് അല്ലേ. ശബ്ദ് വന്നത് എന്തുകൊണ്ടാ, അവിടെ ഇദ്ഗാമും ബിഗുന്നയാണ്. എന്തേ കാരണം, തൻവീനിന്റെ ശേഷം നൂന് വന്നു. ഇദ്ഗാമും ബിഗുന്നയുടെ 4 അക്ഷരത്തിൽപ്പെട്ട ഒരക്ഷരമാണ് നൂന്. അപ്പോ ഹിത്വത്തുൻ കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. ഹിത്വത്തുൻ നഗ്ഫിർ ലക്കും, നഗ്ഫിർ ലക്കും. നഗ്ഫിർ എന്ന് പറയുന്നത് റാഇന് സുക്കൂന്, മുമ്പ് കസ്ർ. ഇതാണ് നിയമം. ഈ നിയമത്തിൽ ഇങ്ങനെ വരുന്ന സമയത്ത് റാഇന് തർഖീഖ് ചെയ്യണം. തർഖീഖ് ചെയ്യാന്ന് പിന്നെ ലഘുവാക്കുക, കനം കുറച്ച് പറയാ. നഗ്ഫിർ എന്ന് പറയാതെ നഗ്ഫിർ ലക്കും. ലക്കും എന്നുള്ളടത്ത് വഖഫ് ചെയ്തപ്പോൾ ഹിത്തത്തുൻ നഗ്ഫിർ, അവിടെയാണെങ്കിലോ നഗ്ഫിർ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അവിടെയാണ് വഖഫ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒന്നും ഇപ്പൊ എന്ത് ചെയ്യണ്ട, വഖഫ് ചെയ്യണ്ട, നമ്മളിങ്ങനെ ഓതിപ്പോയാൽ മതി. അഥവാ വഖഫ് ചെയ്യേണ്ടി വന്നാൽ വഖൂലു ഹിത്തത്തുൻ എന്ന് പറഞ്ഞ് വഖഫ് ചെയ്യാൻ പാടില്ല. വഖൂലു ഹിത്തത്തുൻ, ഞാൻ അറിയാതെ അങ്ങനെയാണ് ആയിപ്പോയ പ്രശ്നമൊന്നുമില്ല. എന്ത് ചെയ്യാ, ഒന്ന് എടുത്തുപോത്. വഖൂലു ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും ഖതായാക്കും.
നഗ്ഫിർ എന്നുള്ളിടത്താണ് വഖഫ് ചെയ്യുന്നതെങ്കിൽ നഗ്ഫിർ എന്ന് മാത്രം പറഞ്ഞാൽ മതി. കാരണം റാഇന് സുക്കൂന് മുമ്പ് നീട്ടാനുള്ള അക്ഷരം ഇല്ല. അപ്പോൾ എന്ത് ചെയ്താൽ ആ ഒരു രൂപത്തിൽ പറയുക. നഗ്ഫിർ ലക്കും ഖതായാക്കും, ഇവിടെ ഒന്നും എന്തില്ല, നീട്ടാനില്ല, സുക്കൂൻ കൊടുത്തിട്ട് വഖഫ് ചെയ്താൽ മാത്രം മതി. വസനസീദ്, അവിടെയാണ് വഖഫ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, ദാലിന് സുക്കൂൻ കൊടുക്കുക, തൊട്ട് മുമ്പുള്ളത് നീട്ടാനുള്ള അക്ഷരമായതുകൊണ്ട് മദ് ആരിൽ വരും. മദ് ആരിൽ ഐനാണ്, മദ് ആരിൽ വരും അല്ലേ. ആരിൽ എന്ന് എഴുതുമ്പോൾ ഐനാണ് വരിക, മദ് ആരിൽ. വസനസീദ്, ഇനി അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ വസനസീദുൽ മുഹ്സിനീൻ. ഇപ്പം മുഹ്സിനീൻ, മുഹ്സിനീൻ, ഹ ലാ അഹ് ഇഹ് ഉഹ് ഹ റഹീം അർ-റഹ്മാനിർ റഹീം. ഹ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ശരിക്കൊന്ന് ആ രൂപത്തിൽ തന്നെയാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് ശരിയാവും. റഹീ എന്നാകാൻ പാടില്ല, ചിലപ്പോൾ അങ്ങനെ ആകാൻ സാധ്യതയുണ്ട്. എല്ലാവരും തന്നെ പറഞ്ഞാൽ ചില ആളുകൾ അത് പിന്നെ റഹ് എന്നൊക്കെ ആ ഒരു ശബ്ദത്തിലേക്ക് വരാൻ സാധ്യത ഉണ്ട്. റഹ്മാനി, റഹ്മാനി അതും പറയാൻ പാടില്ല. റഹ്മാനി, റഹ്മാനി എന്ന് പറഞ്ഞാൽ ഹ എന്നുള്ളത് മാറി, അക്ഷരം മാറി അല്ലേ. അപ്പൊ വസനസീദുൽ മുഹ്സിനീൻ. അപ്പോ ഈ ആയത്തൊന്നുകൂടെ ഓതി നോക്കുക. വഇദ് ഖുൽന ദഖുലൂ ഹാദിഹിൽ ഖർയത ഫകുലൂ മിൻഹാ ഹൈസു ശിഅ്തും റഗദൻ വദ്ഖുലുൽ ബാബ സുജ്ജദാ വഖൂലൂ ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും ഖതായാക്കും വസനസീദുൽ മുഹ്സിനീൻ. فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا അവിടെ വഖഫ് ചെയ്തപ്പോൾ ഒരു അലിഫ് കൊടുത്തിട്ട് കാരണം നീട്ടാനുള്ള അക്ഷരമുണ്ട്. فبدل الذين വഖഫ് ചെയ്തു. فبدل الذين കൂട്ടി വായിക്കൽ എങ്ങനെ, فبدل الذين ظلموا قولا غير الذي, അവിടെ വഖഫ് ചെയ്തു. غير الذي ظلموا قولا غير قولا എന്ന് തൻവീൻ വെളിവാക്കി. കാരണം എന്താണ്, ഖൗലൻ എന്നതിന് ശേഷം ഉച്ചരിക്കുന്ന അക്ഷരം ാണ് ഇവിടെ. ഖൗലൻ ഗൈറല്ലദീ, അവിടെ എന്താണ്, തൻവീനിന്റെ ശേഷം ഗൈന് വന്നു. അപ്പോൾ എന്ത് ചെയ്യണം, ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കണം. ഇദ്ഹാറിന്റെ അക്ഷരമാണ്. ഇദ്ഹാറിന്റെ അക്ഷരം എന്താ, നമ്മളെ ചാർട്ടിലേക്ക് നോക്കിയാൽ മതി. ഏതാണ് ആ ചാർട്ട്? എപ്പോഴും നമ്മളെ കഴിവിന്റെ പരമാവധി എപ്പോഴും ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണം. ഏതൊക്കെയാണ് ഇദ്ഹാറിന്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞു നോക്കി. ഹംസ, ഹ, ഹ, ഖ, ഐന്, ഗൈന് ല്ലേ. ഇവിടെ ഏതാണ്, ഗൈറല്ലദീ, ഗൈന് ല്ലേ. ഖൗലൻ ഗൈറല്ലദീ ഖീല ലഹും ഫഅൻസൽനാ അലല്ലദീന ളലമൂ റിജ്സൻ മിനസ് സമാഅ് فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. 40 ആയത്ത്. وإذ استسقى കൂട്ടി വായിക്കൽ എങ്ങനെ, ഒന്നുകൂടി. വസലിന്റെ ഹംസ അവിടുന്ന്, വസലിന്റെ ഹംസ എന്ത് ചെയ്യും, അവിടുന്ന് ഒഴിവാകുന്നതാണ്. കൂട്ടി വായിക്കുമ്പോൾ ഉച്ചാരണത്തിൽ വരില്ല. മൂസാ ലിഖൗമിഹി ഫഖുൽനാ ളരിബ് ബിഅസാക فقلنا اضرب بعصاك الحجر فقلنا
കുട്ടിയേക്കിന് വസ്ലിന്റെ ഹംസ ഒഴിവാകുന്നതാണ്. ഫഖുന്നദ്രിബി അല്ലേ, ആദ്യത്തെ ബായിനെ രണ്ടാമത്തെ ബായിലേക്ക് കൂട്ടി യോജിപ്പിക്കാം. അവിടെ എന്താണ്, അവിടെ വേറെ ഇദ്ഗാമാണ് അല്ലേ, നമ്മൾ പഠിച്ച ഇദ്ഗാം, നമ്മൾ ഇതുവരെ പറഞ്ഞ ഇദ്ഗാം അല്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. ഫഖുന്നദ്രിബ് ബിഅസാകൽ ഹജർ, ചില അക്ഷരങ്ങളുണ്ട് ഖുർആനിൽ, അങ്ങനെ ചില അക്ഷരങ്ങളുണ്ട്. അവിടെ ഫത്തും കസറൊന്നും ഇല്ലല്ലോ. അത് ഇതാമേ ഫഖുന്നദ്രിബ് ബിഅസാ, നേരെ ആ ആദ്യത്തെ ബായിന്റെ രണ്ടാമത്തെ ബായിലേക്ക് കൊടുക്കുക. മഖ്റജ് അടുത്ത അക്ഷരങ്ങളൊക്കെ ഉണ്ട്, ആ അക്ഷരങ്ങളും ഇതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് ഫത്ത് കസറൊന്നും ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്താൽ നേരെ കൂട്ടി യോജിപ്പിച്ചാൽ മതി. ഇനി അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിലോ ഫഖുന്നദ്രിബ് ഫഖുന്നദ്രിബ്, ഇനി അവിടെ നിർത്തും. പിന്നെ ഇനി ഓതുകയാണെങ്കിൽ ബിഅസാകൽ ഹജർ, അപ്പൊ രണ്ട് ഭാഗം വരും. فقلنضرب بعصاك الحجر فانفجرت منه 12 عينا منه 12 عينا منه കൂട്ടി വായിക്കാം. വസ്ലിന്റെ ഹംസ ഒഴിവാകുന്നതാണ്. മിൻഹു 12 عينا, വസ്ലിന്റെ ഹംസ എന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് മനസ്സിലാക്കി പിന്നെ അടുത്ത സ്ഥലത്ത് പിന്നെയും തിരിച്ച് മറിച്ച കോതുപോലുണ്ട്. വസ്ലിന്റെ ഹംസ എവിടെ വന്നാലും എന്ത് ചെയ്യാ, നിയമം എന്താണ്, കൂട്ടി വായിക്കുമ്പോൾ അത് ഉച്ചരിക്കുകയില്ല എന്നുള്ളതാണ്. ഇവിടെ എന്നല്ല, ഇനി ഓതാ പോകുന്ന സ്ഥലത്തൊക്കെ അങ്ങനെ തന്നെ. അത് എവിടെയെങ്കിലും നമ്മൾ മാറി ഓതുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് ഓതുന്ന സൂറത്തുകളൊക്കെ ആ രൂപത്തിൽ ഏതെങ്കിലും പിന്നെ കൂട്ടിയുമായിട്ട് ഇപ്പൊ ഇങ്ങനെ പിന്നെ ഫഖുന്ന യദ്രിബ് എന്ന് ആരെങ്കിലും ഓതുന്നുണ്ടെങ്കിൽ, ഇതുപോലത്തെ വേറെ ഏതെങ്കിലും പദങ്ങൾ ഇതുപോലെ ഓതുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ അത് മാറ്റേണ്ടതാണ്. അങ്ങനെയല്ല, കൂട്ടി വായിക്കുമ്പോൾ ഫഖുന്നദ്രിബ് ബിഅസാകൽ ഹജർ ഫൻഫജറത് മിൻഹു 12 عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين وإذ قلتم يا موسى لن نصبر على طعام واحد وإذ قلتم يا موسى لن نصبر على طعام واحد فادع لنا ربك يخرج لنا مما تنبت الأرض തുൻ എന്നല്ല, തും എന്താ കാരണം, നൂനിന്റെ ശേഷം ബ വന്നു, ഇഖ്ലാബാണ്, നൂനിനെ മറിച്ച് മീമാക്കി കൊടുക്കേണ്ടതാണ്. തുംബിതുൽ അർളു മിൻ ബഖലിഹ, ഏതാ നിയമം? മിൻ ബഖലിഹ, അവിടെ ഏതാ നിയമം? ഒന്ന് കമന്റിലൊക്കെ ഒന്ന് എന്ത് ചെയ്യാ, ഒന്ന് അറിയിക്കുക ഇൻഷാ അല്ലാഹ്. മിൻ ബഖലിഹ എപ്പോഴും ഇങ്ങനെ കേട്ടാ പോരാ, ഇടയ്ക്ക് എന്ത് ചെയ്യാവുന്ന ഒരു കമന്റ് ഒക്കെ വിടുക. ആ കമന്റ് വിട്ടാൽ എന്ത് ചെയ്യാ, ഉത്തരവായി നമ്മുടെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യും, ആ പിന്നെ കമന്റുകളൊക്കെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഓരോരുത്തർ കമന്റ് ഇങ്ങനെ വിടുമ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, കമന്റ് വിടാനും തോന്നും. അതനുസരിച്ച് നമ്മുടെ ഈ വീഡിയോ എന്ത് ചെയ്യും, കൂടുതൽ ആളുകളിലേക്ക് എത്താനും സഹായിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് കമന്റുകളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് കമന്റുകൾ വിടുക, ലൈക്കൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്യുക ഇൻഷാ അല്ലാഹ്. ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടണൊക്കെ ഉണ്ട്, അതൊന്ന് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇൻഷാ അല്ലാഹ്. من بقلها وقثائها وفومها وعدسها وبصلها وقثائها, അവിടെ മദ് ഉണ്ടല്ലേ, മദ് മുത്തസിലാണ്. وقثائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير. അവിടെ വഖഫ് ചെയ്തു, ഹുവ ഖൈർ. ഈ സ്ഥലം ഒന്ന് ശ്രദ്ധിക്കുക. റാഇന് സുക്കൂന്, തൊട്ട് മുമ്പുള്ളത് യാഇന് സുക്കൂന് അല്ലേ, അതിന്റെ തൊട്ട് മുമ്പ് ഫത്ഹ് ആവുകയും ചെയ്യുമ്പോൾ, വഖഫ് ചെയ്യുമ്പോൾ ഖൈർ എന്നാണ്, ഖൈർ എന്നല്ല, ഖൈർ തർക്കീക്കാക്കിയാണ് ഓതേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കുക. ഹുവ ഖൈർ,
ഹുവ ഖൈർ എന്ന് മാത്രമല്ല അവിടെ മദ്ദ് ലീനും വരും അല്ലേ, മദ്ദ് ലീനും വരും. അപ്പൊ എന്ത് ചെയ്യാ, ഖൈർ. മദ്ദ് ലീൻ എന്ന് പറഞ്ഞാൽ അവസാനം സുക്കൂൻ ചെയ്യുകയും തൊട്ട് മുമ്പുള്ളത് യാ ഓ വാവോ വരികയും ചെയ്താൽ, യാ വന്നാലും വാവ് വന്നാലും വാവിന് സുക്കൂൻ ഉണ്ടാവുകയും യാന് സുക്കൂൻ ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ ഖൈർ മദ്ദ് ലീൻ വരും അല്ലേ. അത് റാ ആയതുകൊണ്ടല്ല, അത് എന്താണ് ഇനിയിപ്പോ അവിടെ ബാ ആണ്. ഹൈബ് എന്നാണെങ്കിൽ ഉദാഹരണത്തിന് അവിടെ ഹൈബ് എന്നാണെങ്കിൽ അപ്പോഴും വഖഫ് ചെയ്യുമ്പോൾ ഹൈബ് എന്ന് പറഞ്ഞിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. കാരണം എന്താണ്, അങ്ങനെ വാക്കുണ്ടെന്നല്ല പറഞ്ഞ് അവർ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ വഖഫ് ചെയ്യേണ്ടത് ഹൈബ് എന്ന്. കാരണം എന്താണ്, ബാഇന് സുക്കൂന് തൊട്ട് മുമ്പുള്ള യാഇന് സുക്കൂന് വന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ റാഇന് സുക്കൂന് തൊട്ട് മുമ്പ് യാഇന് സുക്കൂന്, അതിന് മുമ്പ് ഫത്ഹ് വന്നാൽ ഖൈർ. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഗൈർ എന്നുള്ളേ, ഗൈർ എന്നുള്ളിടത്ത് പിന്നെ അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഗൈർ എന്നല്ല പറയണ്ടേ, ഗൈർ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ വസ്ലിൻ ഹംസ വന്നു അല്ലെ, ഖൈറുൻ ഇഹ്ബിതു എന്നുള്ളതാണ്. ഖൈറുൻ ഇഹ്ബിതു അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ എങ്ങനെ വായിക്ക, ഖൈറുൻ കൂട്ടി വായിക്കുമ്പോൾ എങ്ങനെ വായിക്കാം, വസ്ലിൻ ഹംസയാണല്ലോ. അപ്പൊ കൂട്ടി വായിക്കുമ്പോൾ അത് എന്ത് ചെയ്യണം, അതിനാണ് അവിടെ ഒരു കസറാക്കപ്പെട്ട നൂന് കൊടുക്കുക. ഖൈറുനി ഖൈറുനി ബിതു ഖൈറുനി ബിതു ഖൈറുനി ഖൈറുൻ എന്ന് പറയുന്നത് ഖൈറുനി ബിതു നിഹ്ബിതു ഖൈറുനി ബിതു മിസ്റ فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق. بغير വഖഫ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണ് വഖഫ് ചെയ്യുക, അവിടെ വഖഫ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിഗൈരിൽ ഹഖ് ذلك بما عصوا وكانوا يعتدون. إن الذين آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر റാഇന് സുക്കൂന് മുമ്പ് കസർ വന്നു, തർക്കീക്ക് ചെയ്യണം. وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم. إظهار ചെയ്യണം, ولا خوف عليهم ولا هم يحزنون. عليهم ولا هم يحزنون. وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون. ثم توليتم من بعد ذلك توليتم إدغام بغنيانا من بعد ذلك എന്ന് ചെയ്യണം, നൂനിനെ മറിച്ച് മീമാക്കി കൊടുക്കുക. ഇഖ്ലാബ് ബ ആണ് വന്നത് അല്ലേ, ഇഖ്ലാബിന്റെ ഒരേ ഒരു അക്ഷരമുള്ളൂ ബ, ശ്രദ്ധിക്കുക. ഫലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും ورحمته لكنتم من الخاسرين. ورحمته ചെറിയ നീട്ടൽ നീട്ടണം, വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ, നിർത്തുന്നില്ല എങ്കിൽ വറഹ്മതുഹു ലക്കും നീട്ടണം എന്ന് പറയുമ്പോൾ കൂടുതൽ നീട്ടരുത്. വറഹ്മതുഹു ലകുന്തും മിനൽ ഖാസിരീൻ.
ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين. ولقد علمتم الذين اعتدوا ولقد علمتم الذين اعتدوا منكم في السبت. അവിടെ വഖഫ് ചെയ്യണമെങ്കിൽ ഫി സബത് തഅന് സുക്കൂന് മുമ്പ് ബഅന് സുക്കൂനാണ്. അവിടെ നീട്ടൊന്നും ചെയ്യണ്ട. ഫി സബത് നീട്ടണം. വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ, നിർത്തുന്നില്ല എങ്കിൽ വറഹ്മതുഹു ലക്കും നീട്ടണം എന്ന് പറയുമ്പോൾ കൂടുതൽ നീട്ടരുത്. വറഹ്മതുഹു ലകുൻതും മിനൽ ഖാസിരീൻ. ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين. ولقد علمتم الذين اعتدوا ولقد علمتم الذين اعتدوا منكم في السبت. അവിടെ വഖഫ് ചെയ്യണമെങ്കിൽ ഫി സബത് തഅന് സുക്കൂന് മുമ്പ് ബഅന് സുക്കൂനാണ്. അവിടെ നീട്ടൊന്നും ചെയ്യണ്ട. ഫി സബത്. ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين. ولقد علمتم الذين اعتدوا ولقد علمتم الذين اعتدوا منكم في السبت. അവിടെ വഖഫ് ചെയ്യണമെങ്കിൽ ഫി സബത് തഅന് സുക്കൂന് മുമ്പ് ബഅന് സുക്കൂനാണ്. അവിടെ നീട്ടൊന്നും ചെയ്യണ്ട. ഫി സബത്. فقلنا لهم كونوا قردة خاسئين. بسم الله الرحمن الرحيم. وإذ واعدنا موسى 40 ليلة ثم اتخذتم العجل من بعده وأنتم ظالمون ثم عفونا عنكم من بعد ذلك لعلكم تشكرون. وإذ آتينا موسى الكتاب والفرقان لعلكم تهتدون. وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم. وإذ قلتم يا موسى لن نؤمن لك حتى نرى الله جهرة فأخذتكم الصاعقة وأنتم تنظرون ثم بعثناكم من بعد موتكم لعلكم تشكرون. وظللنا عليكم الغمام وأنزلنا عليكم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون. وإذ قلنا ادخلوا هذه القرية فكلوا منها حيث شئتم رغدا
وادخلوا الباب سجدا وقولوا حطة نغفر لكم خطاياكم وسنزيد المحسنين فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر فانفجرت منه 12 عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين وإذ قلتم يا موسى لن نصبر على طعام واحد فادع لنا ربك يخرج لنا مما تنبت الأرض من بقلها وقثائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون إن الذين آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين صدق الله العلي العظيم അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓതിയ ഖിറാഅത്തിനെ നമ്മിൽ നിന്നും പരിപൂർണമായിട്ടും കബൂൽ ചെയ്ത് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബെ, ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അറിയുന്ന റഹ്മാനായ റബ്ബെ, നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ. മനോഹരമായിട്ട് വിശുദ്ധ ഖുർആൻ കഴിവിൻ്റെ പരമാവധി നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ ഓതാനൊക്കെയുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. ധാരാളം ഖത്മുകൾ തീർക്കാനുള്ള തൗഫീഖ് നീ നൽകണ റഹ്മാനെ. സ്ഥിരമായിട്ട് കേൾക്കുന്ന പ്രേക്ഷകരാണ്, നീ സ്വീകരിക്കണ റഹ്മാനെ. എപ്പോഴും ക്ലാസ് കേൾക്കുകയും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെയും അതുപോലെ തന്നെ ലൈക്കുകളും ഒക്കെ ചെയ്തുകൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, സഹകരിക്കുന്നവരാണ്. എല്ലാവർക്കും നീ കബൂലാക്കണ റഹ്മാനെ റബ്ബെ. പരിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള ആ ഒരു മഹത്വം, ആ ഒരു മനസ്സുണ്ടായത് കൊണ്ടാണ് ഈ ഒരു ക്ലാസ്സിലേക്ക് തന്നെ കയറിയിട്ടുള്ളത്. ഒരുപാട് ആളുകൾ കേൾക്കുന്നവരുണ്ട്. എല്ലാവരെയും നീ കബൂലാക്കണം അല്ലാഹ്. നീ സ്വീകരിക്കണം റഹ്മാനെ. നല്ല ഓർമ്മശക്തിയും നല്ല ഹിഫ്ളും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ.
പഠിപ്പിക്കുന്നതൊക്കെ അതുപോലെ തന്നെ പഠിക്കുന്നതൊക്കെ വളരെ സന്തോഷത്തോടുകൂടെ കേൾക്കാനും അത് പഠിക്കാനൊക്കെ ഉള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. നീ പ്രദാനം ചെയ്യണ റഹ്മാനെ, നീ പ്രദാനം ചെയ്യണ റഹ്മാനെ, നീ തൗഫീഖ് നൽകണ റഹ്മാനെ. നിന്റെ പരിശുദ്ധ കലാം അതൊന്ന് മനോഹരമായിട്ട് ദിവസവും പാരായണം ചെയ്യുന്നവരാണ്. ധാരാളം പേജുകൾ, ധാരാളം ഖത്മുകളൊക്കെ മാസങ്ങൾക്കും ആഴ്ചകൾക്കും ഇടയിലായിട്ടൊക്കെ തീർക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ, സഹോദരന്മാരുണ്ട് റഹ്മാനെ. റബ്ബെ, എല്ലാവരെയും നീ കബൂലാക്കണ റഹ്മാനെ. അവർക്കൊക്കെ ഒരു ആഗ്രഹമുണ്ട്, വലിയ മനോഹരമായിട്ട് ഈ പരിശുദ്ധ ഖുർആൻ ഒന്ന് പാരായണം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് റഹ്മാനെ. റബ്ബെ, ഇത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രയാസങ്ങളും നീ നീക്കി സന്തോഷം നൽകണ റഹ്മാനെ. ഞങ്ങളെ ഇബാദത്തുകൾ മുടക്കുന്ന നിസ്കാരം, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനും മറ്റുള്ള കർമ്മങ്ങളൊക്കെ മുടക്കുന്ന ഒരു രോഗം, ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് നീ നൽകല്ല റഹ്മാനെ. നീ നൽകല്ല റഹ്മാനെ. ഞങ്ങൾ ആഖിബത്തിനെ നന്നാക്കി തരണ അല്ലാഹ്. ഞങ്ങളെ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.